يا مصطفى سيدنا 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 مصطفى يا نبي 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 سيدنا 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 مصطفى يا نبي 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 يا نبي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാക്കിർ സുഹരി പൂമണ്ണ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹ് പ്രകീർത്തനങ്ങളെ ആവോളം സ്നേഹിച്ചവൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനത്തിന് അത് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി സദാസമയവും ആ പ്ലാറ്റ്ഫോമിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുരമായ മദ്ഹ് പ്രകീർത്തനങ്ങൾ നമ്മളിലേക്കെല്ലാം എത്തിച്ചു തന്ന പ്രിയ കൂട്ടുകാരൻ ഇന്ന് 6 അടി മണ്ണിലാണ്. എത്ര സന്തോഷത്തോടെ ജീവിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദാസമയം വർണ്ണിച്ചുകൊണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷം മാത്രം ദാമ്പത്തിക മധുരം നുകർന്ന് തൻ്റെ കുഞ്ഞു മകളോടൊപ്പം കുറച്ചു കാലം മാത്രം ജീവിച്ച് നമ്മോട് വിട പറഞ്ഞു പോയ ഷാക്കിർ സുഹരി ഉസ്താദ്. നമ്മളൊക്കെ ഈ ദുനിയാവൊക്കെ വിട്ട് ഇവിടുന്ന് യാത്ര പോകേണ്ടവരാണ്. നമ്മളൊക്കെ ഈ ദുനിയാവിൻ്റെ മത്തിൽ ലയിച്ചിട്ട് ആഖിറത്തിലേക്കുള്ള ഒരു പോക്ക്, നമ്മളൊക്കെ ആ ഒരു യാത്ര നമ്മളൊക്കെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൻ്റെ മറവിൽ, ഇരുട്ടിൻ്റെ മറവിൽ ഒരുപാടധികം തിന്മകളൊക്കെ ചെയ്തിട്ട് ലജ്ജയില്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെ ജീവനുള്ള ഒരു ശരീരമായിരുന്നല്ലോ ഷാക്കിർ സുഹരി ഉസ്താദിൻ്റെതും. അദ്ദേഹവും ഈ ദുനിയാവിൽ ഒരുപാട് വർഷം, 10-25 വർഷത്തോളം ജീവിച്ചു. അദ്ദേഹവും നമ്മളും ആരും അറിഞ്ഞിരുന്നില്ലായിരുന്നു മരണം ഏത് സമയത്താണ് എന്നിലേക്ക് വന്നു ചേരുക എന്നുള്ളത്. അദ്ദേഹം ഒരു ഭാഗ്യം ചെയ്തവനാണ് തീർച്ചയായിട്ടും. മുതഅല്ലിമാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദാണ്. അതിലെല്ലാം ഉപരി അഷ്റഫുൽ ഖൽഖ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിച്ച ഒരു ജീവിതമായിരുന്നു. മരിക്കുന്നതിന് മുൻപ് വരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ വളരെ ഇസ്സത്തോടെ, വളരെ അഭിമാനത്തോടു കൂടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന ഒരു പ്രിയ കൂട്ടുകാരനാണ്. എത്ര വലിയ ഭാഗ്യം ചെയ്തവനാണ് അദ്ദേഹം. ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് നൽകട്ടെ. ആ പ്രകീർത്തന വരികളുടെ ആലപിച്ചതിൻ്റെ കാരണം കൊണ്ട് ആ കൂട്ടുകാരൻ്റെ ആഖിറം, ഖബർ ജീവിതം എല്ലാം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. എത്ര കൂട്ടുകാരാണ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് അല്ലേ? ഹബീബായ തങ്ങളെ മധുരമായിട്ട് നമ്മളിലേക്ക്, ഹബീബായ തങ്ങളുടെ ചരിത്രം മധുരഗാനത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഒരുപാടധികം കൂട്ടുകാർ ഈ അടുത്ത കാലത്തായി ആക്സിഡൻറ്റിലും മറ്റുമായിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോവുകയാണ്. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്. നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിക്കുന്ന ഇടത്തോളം കാലം അവിടുത്തെ മദ്ഹ് പ്രകീർത്തനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാവട്ടെ. നമുക്ക് ഷാക്കിർ ഉസ്താദിന്റെ ആ ഒരു മദ്ഹിന്റെ ഭാഗങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏറ്റവും ഉന്നതിയിൽ നിൽക്കും ഖാതിം റസൂൽ, ഏറും അംബർ മണം വീശും ആറ്റൽ റസൂൽ. ഏറ്റവും ഉന്നതിയിൽ നിൽക്കും ഖാതിം റസൂൽ, ഏറും അംബർ മണം വീശും ആറ്റൽ റസൂൽ.
ഏത് സമയത്തും വാഴ്ത്തുന്ന നാമം റസൂൽ എന്തൊരഴകാണാ ചിരി മുഖം തോഹാ റസൂൽ യാ നബി 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 യാ നബി. ഷാക്കിർ സുഹരി ഉസ്താദ് മരിക്കുന്നതിൻ്റെ മുന്നേ ഈ വിനീതൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മദ്ഹ് ഒന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മദ്ഹ് പാടാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, ഒന്ന് എഴുതി തരാനൊക്കെ ഈ വിനീതൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന് അത് എഴുതി കൊടുത്തു. ആ ഒരു വരികളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഷാക്കിർ സുഹരി ഉസ്താദിലൂടെ നിങ്ങളിപ്പോൾ കേട്ടത്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുന്നേ വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒറ്റ ഒരു ചിന്തയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. മദ്ഹിൻ്റെ ഏത് ഗാനങ്ങൾ ഇറങ്ങിയാലും മദ്ഹ് പാടുന്നവരെ ശ്രദ്ധിച്ചാലും അദ്ദേഹത്തിന് ഭയങ്കര ബഹുമാനവും ആദരവും അതുപോലെ തന്നെ വല്ലാത്തൊരു ആനന്ദമുള്ള മനുഷ്യനായിരുന്നു. മദ്ഹ് എന്ന് പറയുമ്പോൾ ഈ ഷാക്കിർ സുഹരി ഉസ്താദിൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹം ഖബറിലാണ്. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആഖിറ വിജയത്തിന് വേണ്ടി തീർച്ചയായിട്ടും ദുആ ചെയ്യാം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഈ ഗാനത്തിൻ്റെ അവസാന ആ ഒരു ഭാഗത്തേക്കൂടെ കടന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു നല്ലൊരു മധുരമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്ന് ചന്ദ്രനെ നേർപ്പാതി ആക്കിയവർ, അന്ന അത്ഭുതം കണ്ടവർ ദീനും പുൽകി. അന്ന് ചന്ദ്രനെ നേർപ്പാതി ആക്കിയവർ, അന്ന അത്ഭുതം കണ്ടവർ ദീനും പുൽകി. അന്നാ സിദ്റത്തുൽ മുൻതഹ നടന്നു നീങ്ങി 5 വഖ്ത് നമസ്കാരം ലോകത്തിനു നൽകി. യാ നബി 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 യാ നബി.